എനിക്കിത് ഇട്ടിട്ട് കൂടുതൽ ഓയിലി ആവുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ ചിലവർ പറയുന്ന ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണെന്നുണ്ട്. എനിക്ക് അങ്ങനെ എല്ലാ സൺസ്ക്രീൻസും ഒന്നും യൂസ് ചെയ്യുമ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. അപ്പം ഞാൻ യൂസ് ചെയ്ത ആ ഒരു സൺസ്ക്രീൻ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നല്ലതാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മ്യൂ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ കുറച്ച് സൺസ്ക്രീൻ പരിചയപ്പെടുത്താനാണ്. അപ്പം സൺസ്ക്രീൻ നോക്കി നടക്കുന്ന കുറച്ച് പേരുണ്ട് എങ്കിൽ ഞാൻ വിചാരിക്കുന്നു അവർക്കായിട്ടൊക്കെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ എവിടെയും തപ്പിപ്പോകേണ്ട എൻ്റെ ഒരു വീഡിയോ കണ്ടു. അപ്പം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ കുറച്ച് സൺസ്ക്രീനാണ്. എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം എനിക്ക് അങ്ങനെ എല്ലാ സൺസ്ക്രീൻസും ഒന്നും യൂസ് ചെയ്യുമ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. അപ്പം ഞാൻ യൂസ് ചെയ്ത ആ ഒരു സൺസ്ക്രീൻ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നല്ലതാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പുകാർ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. എല്ലാ സ്കിൻ ടൈപ്പിനൂടെ പറ്റിയ സൺസ്ക്രീനാണ് ഞാൻ ഇപ്പം ഒരു 6 സൺസ്ക്രീൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഡോക്ടർ ഷേത്തിന്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണോ എന്ന് വെച്ചാൽ എന്റെ ഓയിലി സ്കിന്നാണ്. പക്ഷെ എനിക്ക് ഇത് ഇട്ടിട്ട് കൂടുതൽ ഓയിലി ആവുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ ചിലവർ പറയുന്ന ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണെന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇത് നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ നന്നായിട്ട് അന്ന് എനിക്ക് തോന്നി. എനിക്കറിയില്ല, പക്ഷെ നോർമൽ സ്കിന്നുകാർക്ക് നല്ലതാണ്. പക്ഷെ എൻ്റെ ഓയിലിയാണ്, എനിക്കിതൊട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇനി അടുത്ത വന്നിട്ടെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ്. ഈ ഒരു സൺസ്ക്രീൻ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂപ്പറാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെയും സൺസ്ക്രീൻ തപ്പിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ആണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, വെട്ടടിക്കുന്നു കേട്ടോ. ഇത് ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ആണ്. 1% ഹൈലറോണിക് സൺസ്ക്രീൻ ആണ്. ഇത് അക്വാജെല്ലാണ്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര ബെസ്റ്റ് ആണ്. അതേപോലെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ പറയാം, ഓയിലി സ്കിന്നുകാർ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ ആണ് അവരുടെ സ്കിന്നിന് പറ്റുന്നത്. ഇല്ലെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ട് തോന്നും. ഇത് അതേപോലെ തന്നെ നമ്മൾ എപ്പോൾ സൺസ്ക്രീൻ ചൂസ് ചെയ്താലും SPF 50 എബോവ്, SPF 50 PA+++ ഉണ്ടോ നോക്കണം. ഇപ്പം ചിലവർ SPF 30 ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും 50ക്ക് മണ്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ടും 99 അല്ലെങ്കിൽ 100% പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എപ്പോഴും SPF 15 എബോവ് ഉള്ള സൺസ്ക്രീൻസ് നിങ്ങൾ ചൂസ് ചെയ്യണം. അതേപോലെ PA+++ ഉണ്ടോ എന്ന് നോക്കണം. UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇതിനകത്ത് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൺസ്ക്രീൻ. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് സൂപ്പർ സൺസ്ക്രീനാണ്. നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്ത് നോക്കണം. ഇനി അടുത്ത വന്നിട്ട് അക്വലോജിക്കയുടെ തന്നെ ഡീറ്റ് ആൻഡ് ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ഇതും എനിക്ക് ഓയിലി സ്കിന്നുകാർക്ക് നല്ല സൺസ്ക്രീൻ ആയിട്ട് തോന്നി. അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീൻ ആണ്. പക്ഷെ ഇതിൽ ഏതാ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് ഇഷ്ടമാണെന്നേ പറയത്തുള്ളൂ കേട്ടോ. ഈ ഒരു സൺസ്ക്രീനും അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇതും SPF 50 PA+++ ആണ്. UVA UVB പ്രൊട്ടക്ഷനും ഉണ്ട് കേട്ടോ. എനിക്കങ്ങനെ കൂടുതലും ഓയിലി ആവുന്നവരൊന്നും തോന്നിയില്ല കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണ്. അതേപോലെ അടുത്ത സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ്. അക്വലോജിക്കയുടെ ഇല്ലുമിനേറ്റ് ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ഇതിനകത്ത് വൈൽഡ് ബെറീസ് ആൻഡ് ആൽഫ ആർബിറ്റിൻ ആണ് അടങ്ങിയിരിക്കുന്നത്. ഇതും SPF 50 ആണ്. PA+++ ആണ്. UVA UVB പ്രൊട്ടക്ഷൻ ആണ്. ഇതും നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്ന ഒരു സൺസ്ക്രീൻ ആയിട്ട് തോന്നി. എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണ്. ഞാനിപ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതാണ് സൺസ്ക്രീൻ. ഇതാണ് ഞാൻ കറണ്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. അതേപോലെ തന്നെ അടുത്ത സൺസ്ക്രീൻ ആണ് അതേപോലെ തന്നെ ഇപ്പം റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു സൺസ്ക്രീനാണ്. ഈ ഒരു സൺസ്ക്രീൻ ഓയിലി സ്കിന്നുകാർക്ക് സൂപ്പർ സൺസ്ക്രീൻ ആണ്. ഞാൻ അങ്ങനെ വാങ്ങണം എന്നും പറഞ്ഞിരുന്നതാണ്. ഒരുപാട് റിവ്യൂസ് കണ്ട് വാങ്ങിയ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഫോക്സ് ടെയിലിന്റെ സൺസ്ക്രീൻ ആണ്. യെല്ലോ ആണ്. ഈ ഒരു സാധനം അടിപൊളിയാണ് ഓയിലി സ്കിന്നുകാർ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തിന്നാണ്. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവും. ഇപ്പൊ നമ്മള് കണ്ട ഇത് മൂക്കിപ്പറ്റി ഇത് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർവ് ആവും. അടിപൊളി ഒരു സൺസ്ക്രീൻ ആണ്. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീന്. ഓയിലി സ്കിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൺസ്ക്രീൻ ആണ്. അതേപോലെ അടുത്തൊരു സൺസ്ക്രീൻ ആണ് അക്വലോജിക്കയുടെ തന്നെ
ഈ ഒരു അക്വലോജിക്കയുടെ ഈ ഒരു സൺസ്ക്രീൻ സൂപ്പർ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതും ഓയിലി സ്കിന്നുകാർക്ക് സൂപ്പർ സൺസ്ക്രീൻ ആണ്. ഇതും ഭയങ്കര തിന്നായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഫേസിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവുന്ന സൺസ്ക്രീൻ ആണ്. ഇനിയും കൂടുതൽ സൺസ്ക്രീനുമായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ വരുന്നതാണ്. കൂടുതൽ സൺസ്ക്രീൻ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയും. അതേപോലെ ഈ ഒരു സൺസ്ക്രീൻസ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നല്ലൊരു സൺസ്ക്രീൻ ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നല്ലൊരു സൺസ്ക്രീൻ ആണ് ഈ ഒരു ഡെർമാക്കോന്റെ സൺസ്ക്രീൻ ആണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ആണ് കേട്ടോ. പിന്നെ ഓയിലി സ്കിന്നുകാർ ആണ് എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സൺസ്ക്രീനാണ് ഈ ഫോക്സ്റ്റെയിൻ്റെ യെല്ലോ സൺസ്ക്രീന്. ഞാൻ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക്, ഞാനിത് ഓൾമോസ്റ്റ് ഇതെല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അതേപോലെ ഇതുവരെയും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഉറപ്പായിട്ട് സൺസ്ക്രീൻ ഇതുവരെ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരുന്ന ടൈമിലും ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഡിഫറൻസ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നത് എന്തോ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പം സമ്മറാണ്, മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ തന്നെ പറയുന്നത്. ഓരോ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന സൺസ്ക്രീൻ ഏതൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ചെയ്തിടുന്നുണ്ട്. ഇപ്പം ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും ഓയിലി സ്കിന്നിനും നോർമൽ സ്കിന്നിനും പിന്നെ എനിക്കൊന്ന് എന്തൊന്നിട്ട് ചേരാത്ത അവരൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. എൻ്റെ വൃത്തിയായിട്ട സ്കിൻ, ഓയിലി സ്കിൻ എന്ത് യൂസ് ചെയ്താലും എന്താണ് ഇങ്ങനെ ഓയിലി ഇങ്ങനെ വന്നിരിക്കില്ല, എണ്ണ തൊട്ടിയുടെ കൂട്ട്. അപ്പം അങ്ങനെ എല്ലാ സൺസ്ക്രീനും നിങ്ങൾക്ക് പറ്റുന്ന സൺസ്ക്രീൻ ഏതൊക്കെയും എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന സൺസ്ക്രീൻ എന്തൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിടുന്നതാണ്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ എനിക്ക് കൂടുതൽ പിന്നെ ഏത് ടൈപ്പ് വീഡിയോസാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. സമ്മറൊക്കെയാണ്, പുറത്തോട്ടൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു പോവുക, വെയിലൊന്നും അധികം കൊള്ളാതിരിക്കുക. ടാറ്റാ.